അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിലും പാലിക്കുകയും അല്ലാഹു ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്ത് ശാന്തിയോടും സമാധാനത്തോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കുന്ന ഒരു സമൂഹം നിലവിൽ വരണമെന്ന് വിഭാവനം ചെയ്യുന്ന മതമാണ് ഇസ്ലാം. പരസ്പരം ആദരിക്കുന്ന, കടമകളും ബാധ്യതകളും നിർവഹിക്കുന്ന ഉത്തമമായ ഒരു സമൂഹം ലോകത്ത് നിലനിൽക്കണം. ഇങ്ങനെയുള്ളൊരു സമൂഹം നിലവിൽ വരണമെങ്കിൽ അതിന് അനിവാര്യമായ ഘടകമാണ് കുടുംബ സംവിധാനം നിലനിൽക്കുക എന്നുള്ളത്. കെട്ടുറപ്പുള്ള, ഭദ്രതയുള്ള, ശാന്തിയുള്ള, സമാധാനമുള്ള കുടുംബം നിലനിൽക്കുക എന്നുള്ളത്. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാന ഘടകം കുടുംബ സംവിധാനമാണ്. മുന്തിരിവള്ളിക്ക് പടരാൻ താങ്ങ് ആവശ്യമുള്ളതുപോലെ ഒരു മനുഷ്യന് വളരാനും ഉയർച്ച പ്രാപിക്കാനുമുള്ള താങ്ങും തണലുമാണ് മനുഷ്യൻ്റെ കുടുംബം എന്നുള്ളത്. കുടുംബം അള്ളാഹു നേരിട്ട് സംവിധാനിച്ച വ്യവസ്ഥയാണ്. ഭൂമിയിൽ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് കുടുംബത്തെയാണ്. ആദം ഹവ്വ ദമ്പതികൾ. അള്ളാഹുവിന് വേണമെങ്കിൽ മനുഷ്യവർഗത്തെ മുഴുവനായിട്ട് ഒറ്റയടിക്ക് തന്നെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ നിശ്ചയം മനുഷ്യവർഗം ഭൂമിയിൽ ഉണ്ടാവേണ്ടത് കുടുംബ വ്യവസ്ഥയിലൂടെ ആവണം എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ അതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിന്നാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഓ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്, നിങ്ങളെ സൃഷ്ടിച്ച, ഒരു ശരീരത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിന്നാ സൗജഹ, അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് തന്നെ അള്ളാഹു അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു. അപ്പോൾ ആദമിനെയും ഹവ്വയും അള്ളാഹു സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവരിൽ നിന്ന് ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും ലോകത്ത് അള്ളാഹു വ്യാപിപ്പിച്ചു എന്നാണ്. അപ്പോൾ കുടുംബം എന്നുള്ള സംവിധാനം മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ്. പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങളും ഇണകളായിട്ടാണ് ജീവിക്കുന്നത്. വൃക്ഷങ്ങൾ വരെ, ചെടികൾ വരെ അതിൽ വരെ ഇണകൾ എന്ന സംവിധാനം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. 36-ാം അധ്യായം
യാസീനിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ വമിമ്മാ ലാ യഅലമൂൻ. എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ച അള്ളാഹു പരിശുദ്ധനാണ്. ഏതിൽ നിന്നൊക്കെ? ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്നുന്ന സസ്യലതാദികളിൽ ഇണകളുമുണ്ട്, ആണും പെണ്ണുമുണ്ട്. ഒമിൻ അൻഫുസിഹിം, മനുഷ്യവർഗത്തിൽ ആണും പെണ്ണുമുണ്ട്, ജീവജാലങ്ങളിലുണ്ട്. ഒമിമാല യാലമുനി, നിങ്ങൾക്കറിയാത്ത വസ്തുക്കളിലൊക്കെ ജീവജാലങ്ങളുണ്ട്. അതാണ് നമ്മൾ പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ആറ്റം സംവിധാനം. ആറ്റത്തെ വിഘടിച്ചപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും രണ്ട് വിവിധങ്ങളായ ഘടകങ്ങളാണ്. പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അതും രണ്ട് വിഭിന്നങ്ങളായ ഘടകങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത് അള്ളാഹു ഖുർആനിലൂടെ എടുത്തു പറയുകയാണ്. അത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ തേട്ടമാണ് എന്ന്. അപ്പോൾ കുടുംബ സംവിധാനത്തെ എതിർക്കുന്ന ആളുകളായ സ്വതന്ത്ര ചിന്താഗതിക്കാർ എതിർക്കുന്നത് പ്രകൃതി നിയമത്തെയാണ്. ഇപ്പോൾ കുടുംബം വേണ്ട, കുടുംബ സംവിധാനം വേണ്ട, വിവാഹം വേണ്ട എന്നുള്ള ആളുകളുടെ ആ വാദഗതി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യുവതികൾ ഇന്ന് വിവാഹത്തിന് തയ്യാറാകുന്നില്ല. വിവാഹം കഴിക്കുക, ഗർഭം ധരിക്കുക, മുലയൂട്ടുക, ഇതെല്ലാം ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നാണ് ഇന്ന് ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ പറയുന്നത്. ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോട് എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ മറ്റേ പെൺകുട്ടി മറുപടി പറയുന്നത് എന്താണ്? അപ്പോൾ നീ ലോക്കായില്ല, അപ്പോൾ നീ ലോക്കായി എന്നാണ്, നീ ലോക്കാക്കപ്പെട്ടു, നീ ബന്ധിക്കപ്പെട്ടു എന്നാണ് അല്ലേ? അവർ പറയുന്നത് ആദ്യം പഠനം കഴിയട്ടെ, പിന്നെ ജോലി കഴിയട്ടെ, എന്നിട്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. എന്നാൽ ശരീരശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, മെഡിക്കൽ സയൻസ് പറയുന്നത്, ഒരു സ്ത്രീക്ക് ഗർഭധാരണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായം 20-നും 30-നും ഇടയിലാണ്. 35 വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കാനുള്ള സാധ്യത 12%, 40 വയസ്സ് കഴിഞ്ഞാൽ ഗർഭം ധരിക്കാനുള്ള സാധ്യത 7%. പുരുഷന്മാർ ജനിക്കുമ്പോൾ തന്നെ അവരിൽ എണ്ണമറ്റ ബീജങ്ങൾ അള്ളാഹു അവരെ നിക്ഷേപിച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ പരിമിതമായ അണ്ടങ്ങളാണുള്ളത്. ആ അണ്ടങ്ങൾ സ്ത്രീകൾക്ക് പ്രായമാകുന്നതിനനുസരിച്ച് അണ്ടത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്, അതിൻ്റെ ഗുണമേന്മ, ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേറ്റായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാവാനും ബലക്ഷയമുണ്ടാവാനുമുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. കുട്ടികളുണ്ടാവും, എന്നാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. അതുകൊണ്ട് ജോലി ലഭിക്കട്ടെ, പഠനം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വിവാഹം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് പ്രകൃതിപരമായും മതപരമായും തെറ്റാണ്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിന് നൽകുവാനുള്ള ഏറ്റവും വലിയ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വിവാഹം ജീവിതം നയിച്ച് നല്ല കുടുംബിനിയായി സമൂഹത്തിന് സാലിഹായ സന്താനങ്ങളെ സംഭാവന ചെയ്യുക എന്നാണ്. അവൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും അനിവാര്യമായ ഘട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. സ്ത്രീകളുടെ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവളുടെ ഏറ്റവും വലിയ ധർമ്മം സമൂഹത്തിന് നല്ല സ്വാലിഹായ ഭാവി തലമുറകളെ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളിലെ സ്ത്രീവർഗം, മറ്റ് ജീവജാലങ്ങളിലും പക്ഷികളിലുമൊക്കെ സ്ത്രീവർഗം ഇങ്ങനെ ഈ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാവി തലമുറയെ അത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ അതിൽ നിന്നും ഇന്ന് വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അധിക വിവാഹവും നടക്കുന്നത് പെൺകുട്ടികൾക്ക് 23, 24, 25 വയസ്സായിട്ടാണ്. അങ്ങനെ വയസ്സായി വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് 30 വയസ്സിന് മുമ്പ് എത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. മലബാർ മേഖലയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന് മറ്റു സമൂഹങ്ങളൊക്കെ ആക്ഷേപം പറഞ്ഞിരുന്നു പണ്ട്. എന്നാൽ അതിൻ്റെ ഈ രൂപത്തിൽ നമ്മുടെ വിവാഹം ഈ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യമില്ലാത്ത 1-2 മക്കൾ മാത്രമുള്ള സമൂഹമായി നമ്മൾ മാറും. മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ കുടുംബ ഭദ്രതയും കുടുംബ കെട്ടുറപ്പുള്ള ഒരു സമൂഹമായിരുന്നു. ജനങ്ങളെല്ലാവരും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അതില്ലാതാക്കാൻ വേണ്ടി കരുതിക്കുട്ടി ലിബറൽ ചിന്താഗതിക്കാരായ നിരീശ്വര പ്രസ്ഥാനക്കാരാണ് ഈ ലിബറൽ മെൻറ്റാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും ഒക്കെ ആയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ കരുതിയിരിക്കണം.
അപ്പോൾ കുട്ടികൾ പറയുന്നത് പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ വേളി കഴിക്കുന്നതെന്നാണ്. എന്നാൽ ഇസ്ലാമിൽ വിവാഹം എന്നുള്ളത് അത് ഒരു ബന്ധനമല്ല, പുരുഷനുള്ള അടിമത്തമല്ല, മറിച്ച് അത് സ്ത്രീക്കുള്ള സുരക്ഷയും സംതൃപ്തിയും നൽകുന്ന സുശക്തമായ കരാറാണ് എന്ന. പിതാവിനാൽ സംരക്ഷിക്കപ്പെട്ട പെൺകുട്ടിയെ മരണം വരെ ഞാൻ നോക്കിക്കൊള്ളാം, സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള കരാറിൽ ഭർത്താവ് ഏറ്റെടുക്കുന്ന ഒരു പരസ്പര കരാറാണ് വിവാഹമെന്നാണ്. അതുമുതൽക്ക് പരസ്പര സ്നേഹത്തിൽ ആ ബന്ധം മുന്നോട്ട് പോവുകയാണ്. ഉമിന്നായാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ഇണകളെയാണ്, മനുഷ്യർക്ക് മൃഗങ്ങളിൽ നിന്നുള്ള ഇണകളെയല്ല. എന്തിനാണ് അങ്ങനെ നിശ്ചയിച്ചതെന്നതിൽ തസ്കുനു ഇലൈഹ, അവളിലേക്ക് ശാന്തി അടയുവാൻ, സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി സ്വസ്ഥമായി ഒരു വൈവാഹിക ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് വിവാഹവും ഇണകളെയും നിശ്ചയിച്ചു തന്നത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുകയും കരുണയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. വിശുദ്ധ ഇസ്ലാം യുവതി യുവാക്കളോട് വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം ആചരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് ഇസ്ലാം എതിർക്കുകയാണ്. 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 32-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വാങ്കിഹുൽ അയാമ മിൻകും, നിങ്ങളിൽപ്പെട്ട അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അവരുടെ സമൂഹത്തിലെ ഉന്നതരായ ആളുകളോട്, മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അത് നീട്ടിക്കൊണ്ടുപോകരുത്. റസൂലുള്ളാഹിന്റെ ഹദീസ് അതിനെ ബലപ്പെടുത്തുന്നുണ്ട്. ഇദാ ഖതബ ഇലൈകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജുഹു, മതബോധമുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ നിങ്ങളുടെ പെൺകുട്ടിക്ക് വിവാഹം ആലോചിച്ച് വന്നാൽ അങ്ങനെ വസവ്വിജുഹു, നിങ്ങൾ അവന് വിവാഹം കഴിച്ചു കൊടുക്കണം. വഇല്ലാ തഫ്അലുഹു, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ഫസാദ് ഉണ്ടാവും എന്നാണ്. അതാണ് പിന്നീട് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഒളിച്ചോട്ടങ്ങളായിട്ടും പിന്നെ മറ്റ് മതത്തിൽപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നതായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്ന അതാണ്. കാലാകാലങ്ങളിൽ ടൈമാകുമ്പോൾ, സമയമാകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം ചെയ്ത് കൊടുക്കണം. വിവാഹം ചെയ്തിട്ട് അവർ പഠിച്ചോട്ടെ, അവർ ജോലിക്ക് പോയിക്കോട്ടെ, അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷെ വിവാഹം അതിൻ്റെ സമയത്ത് നടക്കണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് നമുക്ക് കാണാം, യാ മാശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത വൽയതസവ്വജ്, യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾക്കൊരു സ്ത്രീയെ പുലർത്തുവാനുള്ള ശേഷിയും ക്ഷേമുഷിയും ഉണ്ടായാൽ നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം ആചരിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. സുൽത്താൻ അടുക്കലെ 3 ആളുകൾ നബിൻ്റെ ഇബാദത്ത് ചോദിച്ചറിയാൻ പോയ സംഭവം നമുക്കറിയാം. അത് വളരെ കുറച്ചായി തോന്നി. അവർ പറഞ്ഞു, നബിയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. നബിയല്ല, നബിക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പറഞ്ഞെന്താണ്, വാന ആഴ്ത്തസിലുൻ നിസാ ഫലാ അതസവ്വജു അബദ, ഇന്നു മുതൽ ഞാൻ വിവാഹം കഴിക്കുകയില്ല, അതിലൂടെയുള്ള ആ കുടുംബ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന എൻ്റെ സമയനഷ്ടം ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ പൂർണ്ണമായും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. ഇതറിഞ്ഞ നബി അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, അതസവ്വജുൻ നിസാ, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടികളുണ്ടായിട്ടുണ്ട്. ഒമൻ റഗീബൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിൽ നിന്നും ആര് വിരക്തി കാണിച്ചു അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളത് നബിൻ്റെ സുന്നത്തിന് വിരുദ്ധമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോൾ വിവാഹം ഇസ്ലാമിൽ സുന്നത്താണ്. അത് സ്ത്രീക്ക് സംരക്ഷണവും സന്തോഷവും നൽകുന്നതാണ്. കുടുംബം അഥവാ ഫാമിലി എന്ന വാക്കിന് അറബിയിൽ പറയുന്നത് രണ്ട് വേർഡുകളാണ് പറയുന്നത്. ഒന്ന് ആയില എന്നും ഒന്ന് ഉസ്റ എന്നുമാണ്. ആയില എന്നുള്ളതിൻ്റെ അർത്ഥം അവലംബം, താങ്ങ്, സപ്പോർട്ട് എന്നാണ്. കുടുംബം ഒരു സപ്പോർട്ടാണ്, കുടുംബം ഒരു താങ്ങാണ്. ഉസ്റ എന്ന് പറഞ്ഞാൽ ശക്തമായി ബന്ധിക്കപ്പെട്ടതെന്നാണ്, ആണിയടിക്കപ്പെട്ടത് എന്നാണ്. അപ്പോൾ പരസ്പരം ബന്ധിക്കപ്പെട്ട ശക്തമായ ഒരു താങ്ങാണ്, തണലാണ് ഓരോ മനുഷ്യനും കുടുംബം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യുവാക്കൾ ഇസ്ലാമിലെ മഹത്വം മനസ്സിലാക്കി വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിക്കുവാൻ അവർ തയ്യാറാവണം.
വിവാഹത്തിലൂടെയുള്ള ലൈംഗിക ബന്ധമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് വിവാഹം നീട്ടിക്കൊണ്ടുപോകുന്ന യുവതി യുവാക്കൾ ചെയ്യുന്നത് വിവാഹേതര ബന്ധമാണ്. വിവാഹം കഴിക്കാതെയുള്ള ലൈംഗിക ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത്. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സിസ്റ്റമാണ്. കുറേ കാലം കൂടെ കൊണ്ട് നടക്കുക, പിന്നെ ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. പരിഷ്കൃത പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് സാർവത്രികമാണ്. അവിടെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരും വിവാഹം കഴിക്കുന്നില്ല. വിവാഹേതര ബന്ധമാണ് അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 ഹൈക്കോടതി വിധി പ്രകാരം പ്രായപൂർത്തി എത്തിയ ആളുകൾ വിവാഹേതര ബന്ധത്തിൽ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് നിയമപരമായി തെറ്റല്ല എന്നാണ്. പക്ഷേ മതം അതിനെ എതിർക്കുകയാണ്. ഇങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നാൽ അതിന് അനന്തരഫലം എന്തായിരിക്കും? പിതാവില്ലാത്ത മക്കളുണ്ടാവും സമൂഹത്തിൽ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പിതാവില്ലാത്ത മക്കളെ താമസിക്കാൻ പ്രത്യേകം ഷെൽട്ടറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടികൾക്കും പിതാവില്ല, അവരെവിടെ സംരക്ഷിക്കുമെന്നാണ്. ഇതൊക്കെ സമൂഹത്തിന് വിപത്താണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ യുവതി യുവാക്കളെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാൽ ശ്രദ്ധിക്കേണ്ടത് ആ വിവാഹബന്ധം തകർന്നു പോകാതെ സൂക്ഷിക്കണം. സാമ്പത്തിക ഭദ്രതയ്ക്കും വിദ്യാഭ്യാസ വളർച്ചയ്ക്കൊക്കെ നാം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടുംബ ഭദ്രതയ്ക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ്. കേരളത്തിലെ വിവിധ കുടുംബ കോടതികളിലെ 1.16 ലക്ഷം വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. വിവാഹം മോചിപ്പിക്കാൻ വേണ്ടി അത് പെൻഡിങ്ങായി കിടക്കുകയാണ്. ഈ കണക്ക് നമ്മളോട് പറയുന്നത് എന്താണ്? കേരളത്തിൽ കുടുംബം എന്നുള്ള ആ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. വധൂവരന്മാർ പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും കൊണ്ടാണ് വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സൗജി എന്നാണ് ഖുർആൻ പറയുന്നത്, അഥവാ ഇണകൾ, കപ്പിൾസ് എന്നാണ്. ഒരുത്തൻ ഭരിക്കുന്നവനും മറ്റൻ ഭരിക്കപ്പെടുന്നവളും എന്നുള്ള ഭാര്യ ഭർത്താവ് എന്നുള്ള പദമല്ല ഖുർആൻ ഉപയോഗിക്കുന്നത്, സൗജ് എന്നാണ്. അല്ലേ? വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് സൂറത്ത് ബഖറയിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെ വസ്ത്രമാണ്. വസ്ത്രം നൽകുന്ന ധർമ്മം എന്താണ്? മനുഷ്യൻ്റെ നഗ്നതകൾ മറച്ചു വെക്കുന്നുണ്ട്, മനുഷ്യൻ്റെ അഴകും മോടിയും വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഇതേമാതിരി ഭർത്താവ് ഭാര്യയുടെ കുറവുകൾ മറച്ചു വെക്കണം, ഭാര്യ ഭർത്താവിൻ്റെ കുറവുകൾ മറച്ചു വെക്കണം. ഭാര്യ ഭർത്താവിനെക്കുറിച്ച് നല്ലത് ആളുകളോട് പറയണം, അല്ലേ? അവൻ്റെ ഭംഗിയും അഴകും കാണണം. അതേമാതിരി തിരിച്ചും വേണം എന്ന പരസ്പരം ആദരിക്കണം. വ്യക്തിത്വത്തെ ഇടിച്ച് താഴ്ത്തരുത്. പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തിന് ഉത്തമനായവനാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളില്ലാത്ത അവസരത്തിൽ നിങ്ങളെ ഭാര്യമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരമാണ് നിങ്ങൾ. ആരാണ് നിങ്ങൾ എന്ന് നിങ്ങളെ ഭാര്യമാർ പറയണമെന്ന റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭർത്താവിനോട് പ്രത്യേകം പറഞ്ഞു, വാശ്റൂന ബിൽ മഅറൂഫ്, നീ സ്ത്രീകളോട് നന്നായി പെരുമാറണം, ഭാര്യമാരോട് നന്നായി പെരുമാറണം. എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് വെറുക്കുന്നതുണ്ടെങ്കിൽ അത് നീ സഹിക്കുകയാണെങ്കിൽ അള്ളാഹു അതിൽ ഖൈർ നൽകുമെന്നാണ്. അല്ലേ? പരസ്പരം വെറുപ്പ് കാണിക്കരുത് ഒരു വിശ്വാസിനിയും. ഇൻ കരിഹ മിന്ന ഖുലിഖൻ റളിയ മിന്ന ആഖർ, അവളുടെ ഒരു സ്വഭാവം നിനക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടമുള്ളതാണല്ലോ. ആ പോസിറ്റീവായുള്ള ഇനി കാണണം, നെഗറ്റീവിനെ ഇനി മറക്കണം എന്നാണ്. ഭാര്യമാരോട് പ്രത്യേകമായി പറഞ്ഞു, ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ആഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ അഫിളല്ലാഹ്, സജ്ജനങ്ങളായ സ്ത്രീകൾ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്, ഭർത്താവിൻ്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കുന്നവരാണ്. അവരുടെ മാനാഭിമാനങ്ങൾ സൂക്ഷിക്കും, ഭർത്താവിൻ്റെ സമ്പത്ത് സൂക്ഷിക്കും. വിദേശത്ത് ഉള്ള ഭർത്താവാണെങ്കിൽ ഭർത്താവ് അറിയാതെ അവനയക്കുന്ന സമ്പത്ത് തൻ്റെ കാമുകന് കൈമാറില്ല, കാമുകൻ്റെ കൂടെ ഒളിച്ചോടുകയില്ല. അവരാണ് സ്വാലിഹായ സ്ത്രീകൾ. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഒരു സ്ത്രീ അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മർഉ, അലാ ഉഖ്ബിറുക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, ബിഖൈരി മാ യക്നിസുൽ മർഉ, ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് എന്താണ് എന്ന് ഞാൻ അറിയിച്ചു തരട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, അത് സ്വാലിഹായ സന്താനങ്ങളാണ്. നീ അവളെ നോക്കിയാൽ നീ സന്തോഷിക്കും, നീ കൽപ്പിച്ചാൽ അവർ അനുസരിക്കും, നീ അവളിൽ നിന്നും അപ്രത്യക്ഷമായാൽ നിൻ്റെ സമ്പത്ത് അവർ സംരക്ഷിക്കും, അവരുടെ അഭിമാനം അവർ സംരക്ഷിക്കുമെന്ന. പക്ഷേ ഇന്ന് വിവാഹിതരായ സ്ത്രീകളുടെ ഒളിച്ചോട്ടം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്.
വിവാഹിതരായ സ്ത്രീകളാണ് അധികം ഒളിച്ചോടുന്നത്. 2016 മുതൽ 2021 വരെയുള്ള 5 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് 43,272 സ്ത്രീകളെ കാണാതായിട്ടുണ്ട് എന്നാണ് നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇതിൽ 65% വിവാഹിതരായ സ്ത്രീകളാണ്. അതിൽ 10% കുട്ടികളുള്ള അമ്മമാരാണ് എന്നുള്ളതാണ്. 35% മാത്രമാണ് അവിവാഹിതരായിട്ടുള്ള ആളുകളുള്ളത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ കുടുംബ ഭദ്രത തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കുടുംബബന്ധം ശിഥിലമാവുകയാണെങ്കിൽ ആ സമൂഹം അശാന്തിയിലേക്ക് നീങ്ങുന്നു എന്നാണ് അർത്ഥം എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് കുടുംബബന്ധം തകരാതെ നമ്മൾ സൂക്ഷിക്കുക. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും നമ്മൾ താഴ്മ കാണിച്ചും കുടുംബബന്ധം ഭദ്രമായി തുറന്നു കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു വിശ്വാസിയുടെ പരമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗം ലഭിക്കുക എന്നാണ്. എന്നാൽ എത്ര വലിയ സൽക്കർമ്മം നാം ചെയ്താലും കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന പ്രവാചകൻ പറഞ്ഞു. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉ റാമിൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അള്ളാഹു അവൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഇന്ന അഅ്മാല ബനി ആദം തുറദു കുല്ല ഖമീസ് ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹുലേക്ക് ഉയർത്തുന്നുണ്ട്. ഫലാ യുഖ്ബലു അമല ഖാത്തി ഹറാമിൻ, കുടുംബബന്ധം മുറിച്ചവൻ്റെ അമൽ സ്വീകരിക്കുകയില്ല. ഇത്രയും ഗൗരവമായ വിഷയമാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കുടുംബബന്ധം ഭദ്രമായി സൂക്ഷിക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ തയ്യാറാവണം. അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടണം. റബ്ബ് തആല നമ്മളെ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ, പാപങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.